ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പല സബ്ജക്ട്സിൻ്റെയും പല വീഡിയോസും ചെയ്തു. അപ്പോൾ അങ്ങനെ +2 ലൈഫ് അവിടെ അവസാനിക്കുകയാണ്. അതിൽ ഒരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സാരമില്ല, വാല്യുവേഷൻ ലിബറലാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇനിയിപ്പോൾ നിങ്ങളില്ല അല്ലേ, ഇനിയിപ്പോൾ അടുത്ത ആളുകളാണ് വരുന്നത്. അപ്പോൾ +2 കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു ഹാർഡസ്റ്റ് ഗുഡ് ബൈ പറയാൻ ആണ് വന്നിട്ടുള്ളത്. ഒത്തിരി സങ്കടമുണ്ട്, നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളുടെ ഓരോ കമൻസും എനിക്ക് പോസിറ്റീവ് മോട്ടിവേഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് തുടരെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെട്ട പല തരത്തിലുള്ള വീഡിയോസ് ചെയ്ത് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ ഒരു കാര്യമേ പറയാൻ വേണ്ടിയിട്ടുള്ളൂ, +2 കഴിഞ്ഞ് ഏത് കോഴ്സ് എടുക്കുമ്പോഴും ഒരു 100 വട്ടം ആലോചിച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. +2 കഴിഞ്ഞ് നേരെ CA CMA ACCA പോകുന്നവരോടാണ് കൂടുതലും പറയാനുള്ളത്. നിങ്ങളെക്കൊണ്ട് താങ്ങുമെന്നുണ്ടെങ്കിൽ മാത്രം അതിലേക്ക് പോകാം. പല പല ഇൻസ്റ്റിറ്റ്യൂട്ടും നിങ്ങളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് +2 കഴിഞ്ഞ് 2 കൊല്ലം കൊണ്ട് USA CMA USAക്കൊക്കെയാണ് പിള്ളേർ പെട്ടുപോകുന്നത്. ഒറ്റ കൊല്ലം കൊണ്ട് എല്ലാം സെറ്റാവുമെന്ന് പറയും. അങ്ങനെ സെറ്റാവുന്നവർ വളരെ കുറവാണ്. കാരണം ഡിഗ്രിയുടെ ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് സെറ്റ് ആവുള്ളൂ. അതുകൊണ്ട് ഡിഗ്രി ചെയ്തിട്ട് എപ്പോഴും ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സസ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസി. നമ്മൾ കൂടെ ഉള്ളവരെ കണ്ടിട്ടുള്ളതാണ് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ചിന്തിച്ച് വേണം. BCom ആണെങ്കിലും ഏതാണെങ്കിലും നിങ്ങളെ കൊണ്ട് താങ്ങുമെന്നുണ്ടെങ്കിൽ മാത്രം ഒരുപാട് ആലോചിച്ചിട്ട് വേണം ഓരോ കോഴ്സും എടുക്കാൻ വേണ്ടിയിട്ട്, കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ബാക്കി ഗൈഡൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം കേട്ടോ. എന്നാലും +2 സ്റ്റഡി എല്ലാം കഴിഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഗുഡ് ബൈ പറയാൻ വേണ്ടിയിട്ടാണ് മിസ്സ് വന്നത്. മുന്നോട്ടേക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനും ഞാൻ കൂടെ ഉണ്ടാകും. ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കോഴ്സസ് തീരുമാനിക്കാം, കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞു. വെക്കേഷനൊക്കെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുക. ബാക്കിയൊക്കെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട് കൂടെ നിന്നതിൽ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് കമൻസും എനിക്ക് ഒത്തിരി ഹാപ്പിനെസ് തരുന്നതായിരുന്നു. നല്ലൊരു ഭാവി നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. താങ്ക് യു സോ മച്ച്.